ആടുജീവിതം സിനിമ കണ്ട ശേഷം മലയാളത്തിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റിൽ ആദ്യ സ്ഥാനക്കാരിൽ പൃഥ്വിരാജിന്റെ പേരും സിനിമാ പ്രേമികൾ എഴുതി ചേർത്തു കഴിഞ്ഞു. ശരീരം കൊണ്ടും പ്രകടനം കൊണ്ടും നജീബ് എന്ന തന്റെ കഥാപാത്രത്തിനോട് 100% നീതി പുലർത്തി അദ്ദേഹം. ആദ്യ ചിത്രത്തോടെ തന്റെ പ്രതിഭ പ്രേക്ഷകരിൽ അടയാളപ്പെടുത്തിയ ബ്ലസി ആടുജീവിതത്തിലും താൻ മലയാളത്തിലെ എണ്ണം പറഞ്ഞ ക്രാഫ്റ്റ്മാനാണെന്ന് കാണിച്ചു തന്നു. ഇതുവരെ മലയാളത്തിൽ കാണാത്ത ചില വിഷ്വൽസിന്റെ വിരുന്ന് ആടുജീവിതത്തിലുണ്ട്. ഇമോഷണലി കണക്ട് ചെയ്ത് സങ്കടപ്പെടുത്തുന്ന, പേടിപ്പെടുത്തുന്ന, തളർത്തുന്ന, ടെൻഷനടിപ്പിക്കുന്ന കുറേ സന്ദർഭങ്ങൾ സിനിമയിലുണ്ട്. 16 വർഷത്തോളം നീണ്ട പ്രയത്നത്തിന്റെ ഫലമാണ് ആടുജീവിതം ബ്ലസിയും പൃഥ്വിരാജും ചേർന്ന് തിയേറ്ററിൽ എത്തിച്ചത്. ഇനി ഇതുപോലൊരു സിനിമ ലോക സിനിമയിൽ പിറക്കുമോ എന്ന് തന്നെ സംശയമാണ്. ശരീരഭാരം കുറച്ച് വലിയൊരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷനാണ് ആടുജീവിതത്തിനായി പൃഥ്വിരാജ് നടത്തിയിരുന്നത്. അത് വ്യക്തമായി അറിയാവുന്നവരാണ് മലയാളികൾ. അതുകൊണ്ടുകൂടിയാണ് ആടുജീവിതത്തെ മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നത്. ഇപ്പോഴത്തെ നടി മഞ്ജു വാര്യർ ആടുജീവിതം കണ്ട ശേഷമുള്ള അനുഭവം പങ്കുവച്ചെത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലാണ് ആടുജീവിതം ടീമിനെ പ്രശംസിച്ച് മഞ്ജു എത്തിയത്. കഠിനാധ്വാനത്തിന് പ്രപഞ്ചം നൽകിയ മനോഹരമായ പ്രതിഫലമാണെന്ന് മഞ്ജു സിനിമയെക്കുറിച്ച് എഴുതി. സിനിമ കണ്ടപ്പോഴുണ്ടായ അനുഭവം വിവരിക്കാൻ വാക്കുകൾ കുറവാണെന്നും മഞ്ജു കുറിച്ചു. സിനിമയെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച സിനിമാ പ്രേമികൾക്ക് നന്ദി പറഞ്ഞ ആടുജീവിതം ടീം പുറത്തിറക്കിയ പോസ്റ്റർ പങ്കിട്ടാണ് മഞ്ജു പൃഥ്വിരാജിനെയും ബ്ലസിയെയും മറ്റ് അണിയറ പ്രവർത്തകരെയും അഭിനന്ദിച്ചത്. ഇത് കണ്ടപ്പോഴുണ്ടായ അനുഭവം വിവരിക്കാൻ വാക്കുകൾ കുറവാണ്. എല്ലാ കഠിനാധ്വാനത്തിനും പരിശ്രമത്തിനും പ്രപഞ്ചത്തിന്റെ മനോഹരമായ പ്രതിഫലം. മുഴുവൻ ടീമിനും ആശംസകൾ. ഇതാണ് രാജു, നിങ്ങളുടെ എക്കാലത്തെയും മികച്ചത്. ഈ സിനിമ സംവിധാനം ചെയ്തതിന് നന്ദി ബ്ലസ് ചേട്ടാ. മുഴുവൻ ടീമിനും ആശംസകൾ എന്നും മഞ്ജു കുറിച്ചു. സഹപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതിൽ ഒട്ടും മടി കാണിക്കാറില്ല മഞ്ജു വാര്യർ. റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉടൻ തന്നെ കാണാനുള്ള ശ്രമവും മഞ്ജു നടത്താറുണ്ട്. മലയാളത്തിലെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും അപ്ഡേറ്റഡായ നടിമാരിൽ ഒരാൾ കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ നല്ല വാക്കുകൾക്ക് പൃഥ്വിരാജും ടീമും നന്ദി അറിയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാത്രമല്ല തമിഴ് സിനിമാ പ്രേമികളും ആടുജീവിതം സ്വീകരിച്ചു കഴിഞ്ഞു. മാർച്ച് 28-നായിരുന്നു ആടുജീവിതം റിലീസ് ചെയ്തത്. റിലീസ് ദിനം മുതൽ മികച്ച പ്രശംസ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ കസറി. 4 ദിവസം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ 50 കോടി ക്ലബിലും ഈ പൃഥ്വിരാജ് ചിത്രം ഇടം പിടിച്ചു. മലയാള സിനിമയിലെ ഏറ്റവും വേഗത്തിൽ 50 കോടി നേടുന്ന സിനിമയിൽ 1-ാം സ്ഥാനത്തായി ചിത്രം റിലീസ് ചെയ്ത് 4 ദിവസം പിന്നിടുമ്പോൾ ആടുജീവിതം ആഗോളതലത്തിൽ കോടികൾ സമ്പാദിച്ചു. കേരളത്തിൽ നിന്നും 23 കോടി നേടിയപ്പോൾ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ നിന്നും 11 കോടിയാണ് ആടുജീവിതം നേടിയത്. ഇന്ത്യ മുഴുവനായി 34 കോടിയും ഓവർസീസിൽ നിന്നും 30 കോടിയും ആടുജീവിതം സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം 64 കോടി വരുന്ന വരുമാനത്തോട് 100 കോടി ക്ലബിൽ ആടുജീവിതം എത്തുമെന്നാണ് വിലയിരുത്തലുകൾ. അങ്ങനെയെങ്കിൽ ഏറ്റവും വേഗത്തിൽ 100 കോടി തൊടുത്ത ചിത്രമെന്ന ഖ്യാതിയും പൃഥ്വിരാജ് സിനിമയ്ക്ക് സ്വന്തമാകും. 82 കോടിയാണ് ചിത്രത്തിന്റെ ആകെ ബജറ്റ്.